ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് മലയാള സിനിമയ്ക്ക് ഒപ്പം പരസ്യവിപണിക്കും കോടികളുടെ നഷ്ടം. ജയസൂര്യയും മുകേഷും സിദ്ദിഖും അടക്കമുള്ള ആരോപിതരായ താരങ്ങൾ വേഷമിട്ട 10ലേറെ പരസ്യങ്ങൾ പിൻവലിക്കാൻ ബ്രാൻഡുകൾ പരസ്യ ഏജൻസികളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോപണങ്ങളിൽ ഉൾപ്പെട്ട താരങ്ങളിൽ ബ്രാൻഡ് അംബാസിഡർമാരായവരും കേന്ദ്ര കഥാപാത്രമാക്കി പരസ്യം ചെയ്തവരും പ്രതിസന്ധിയിലാണ്. വിവാദ താരങ്ങളെ വെച്ചുള്ള ഹോർഡിംഗ്സുകളും പലയിടത്തും അഴിച്ചുമാറ്റിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പ് കോടികൾ മുടക്കി ഒരു താരത്തെ വെച്ച് പരസ്യം ചെയ്തു തുടങ്ങിയിരുന്നു. ഈ പരസ്യങ്ങൾ TV ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും വന്നു തുടങ്ങിയിരുന്നു. എന്നാൽ താരത്തിനെതിരെ ആരോപണവുമായി സഹപ്രവർത്തക രംഗത്ത് വന്നതോടെ പരസ്യം പിൻവലിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുവഴി ബ്രാൻഡിന് സംഭവിച്ചത്. വിവാദ നായകർ ബ്രാൻഡ് അംബാസിഡർമാർ ആയാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് പരസ്യ ഏജൻസികൾ വിലയിരുത്തുന്നത്. അതുപോലെ മൊത്തത്തിൽ താരങ്ങളുടെ വിലയിടിഞ്ഞതോടെ ഷോപ്പ് ഉദ്ഘാടനത്തിലും കുറവ് വന്നിട്ടുണ്ട്. നടി ഹണി റോസാണ് കേരളത്തിലെ അനൗദ്യോഗിക വ്യവസായ മന്ത്രിയെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന ട്രോൾ. അത്ര കണ്ട് ഉദ്ഘാടനങ്ങളായിരുന്നു ഹണി റോസ് നടത്തിയിരുന്നത്. ഇപ്പോൾ അവർക്ക് പോലും ഉദ്ഘാടനമില്ലാ കാലം വരികയാണ്. സിനിമാ താരങ്ങൾക്ക് പകരം സഞ്ജു സാംസണെയും CK വിനോദിനെയും ശ്രീജേഷിനെയും പോലുള്ള പ്രമുഖ സ്പോർട്സ് താരങ്ങൾക്കാണ് മലബാറിലടക്കം ലക്ഷ്യമിടുന്നത്. കോളേജുകളിലേക്ക് സിനിമാ നടന്മാരെ കൊണ്ടുവരുന്നതിനും സിനിമ അനുബന്ധ പ്രോഗ്രാമുകൾ ചിത്രീകരിക്കുന്നതിന് ഇപ്പോൾ അനൗദ്യോഗിക വിലക്കുണ്ട്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവാദം കഴിയും വരെ ഇതിനൊന്നും അനുമതി നൽകേണ്ടതില്ലെന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. സാധാരണ ഓണക്കാലം എന്നാൽ സിനിമാ പ്രമോഷനുകളുടെയും ചാകരക്കാലമായിരുന്നു. എന്നാൽ ഈ ഓണത്തിന് അത്തരം പ്രമോഷനുകൾ ഒന്നും ഇതുവരെ കൊച്ചിയിൽ തുടങ്ങിയിട്ടില്ല. ഇതിനൊപ്പം പുതിയ സിനിമാ നിർമ്മാണത്തിനുള്ള ടൈറ്റിൽ രജിസ്ട്രേഷനും സാരമായി കുറഞ്ഞിട്ടുണ്ട്. ഷൂട്ടിങ്ങിൽ നിന്ന് പ്രധാന താരങ്ങൾ വിട്ടുനിൽക്കുകയാണ്. ടൊവിനോ നായകനായ അജയന്റെ രണ്ടാം മോഷണം, ആന്റണി വർഗീസിന്റെ കൊണ്ടൽ, ആസിഫ് അലിയുടെ കിഷ്കിന്ധാകാന്ഡം തുടങ്ങിയവയാണ് പ്രധാന ഓണം റിലീസുകൾ. വിജയുടെ തമിഴ് ചിത്രം ഗോട്ട് എത്തുന്നുണ്ട്. എന്നാൽ പ്രമോഷൻ പരിപാടികൾ തുടങ്ങാത്തതിൽ തിയേറ്റർ ഉടമകൾ ആശങ്കയിലാണ്. പുതിയ സിനിമാ ടൈറ്റിലുകളുടെ രജിസ്ട്രേഷനിൽ 25% കുറവ് വന്നതായി കേരള ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ട് പറഞ്ഞു. പുതിയ സിനിമകൾക്കായുള്ള ചർച്ച പോലും നിലച്ച അവസ്ഥയിലാണെന്ന് തിയേറ്റർ ഉടമ സംഘടനയായ ഫിയോക്കിന്റെ മുൻ ജനറൽ സെക്രട്ടറി K. വിജയകുമാർ പറഞ്ഞു. ഇത് തുടർന്നാൽ അടുത്ത വർഷം കേരളത്തിലെ തിയേറ്ററുകൾക്ക് പിടിച്ചു നിൽക്കാൻ ഇതര ഭാഷാ സിനിമകളെ ആശ്രയിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.